നമസ്കാരം. യശശരീരനായ വയലാർ രാമവർമ്മയുടെ താടക എന്ന ദ്രാവിഡ രാജകുമാരി എന്ന കവിതയാണ് ഞാനിവിടെ ആലപിക്കുന്നത്. വിന്ധ്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ഫാൽഗുന സന്ധ്യയിൽ പാർവതി പൂജയ്ക്കു പൂനുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരിയാം താടക. താമരച്ചോലകൾക്കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീഥിയിൽ കണ്ടു ശ്രീരാമനെ ഏതോ തപോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനെ. സ്ത്രീഹൃദയത്തിനുന്മാദമുണർത്തുമാ മോഹന ഹേമാംഗ ഭംഗി നുകർന്നവൾ കണ്ണെടുക്കാതൊര ഭൗമരോമാഞ്ചമായി നിന്നാൾ. സലജ്ജം സകാമം സവിസ്മയം രാജീവ പുഷ്പശരങ്ങളേറ്റാദ്യമായി രാമനിൽ മോഹം തുടിച്ചുണർന്നിടവേ താടി തടവിച്ചിരിച്ചു ചൊല്ലി മുനി, താടകയെന്ന നിശാചരിയാണവൾ. ആര്യഗോത്രത്തലവന്മാർ അനുചരന്മാരുമായി ദക്ഷിണ ഭാരത ഭൂമിയിൽ സംഘങ്ങളായി വന്നു സംസ്കാര സംഹിതയാകെ തിരുത്തി കുറിച്ച നാൾ. വാമനന്മാരായി വിരുന്നു വന്നീ ദാനഭൂമിയിൽ യാഗപശുക്കളെ മെച്ച നാൾ. വിശ്വമാതൃത്വത്തെ വേദമഴുവിനാൽ വെട്ടി പുരോഹിതപാദത്തിൽ വച്ച നാൾ. ആദ്യമായി ആര്യവംശാധിപത്യത്തിനെ ആട്ടിയകറ്റിയ രാജകുമാരിയെ താടകയെ കണ്ട് കോപാരുണങ്ങളായി താടി വളർത്തും തപസ്വി തൻ കണ്ണുകൾ. ചിത്രശിലാതലങ്ങൾക്കുമീതെ മലർമെത്ത വിരിക്കും സുരഭിയാം തെന്നലിൽ ആ രാത്രി സ്വപ്നവും കണ്ട് വനനദീ തീരത്ത് ശ്രീരാമചന്ദ്രനുറങ്ങവേ. കാട്ടിലൂടെ ഒച്ചയുണ്ടാക്കാതെ അനങ്ങാതെ ഓട്ടുവളകൾ കിലുങ്ങാതെ ഏകയായി ദാശരഥി തന്നരികത്ത് അനുരാഗദാഹ പരവശയായി വന്നു താടക. ഞാൻ വടുവാർന്ന യുവാവിൻ്റെ കൈകളിൽ തോൾവരെ എത്തിക്കിടന്ന കാർകൂന്തലിൽ ഹേമാങ്കകങ്ങളിൽ താടക തൻ തളിർത്താമരമൊട്ടിളം കൈവിരലോടവേ അജ്ഞാതം ഏതോ മധുരാനുഭൂതിയിൽ അർദ്ധസുപ്താന്തർവികാരമുണരവേ. ആദ്യത്തെ മാദക ചുംബനത്തിൽ തന്നെ പൂത്തുവിടർന്നു പോയി രാമന്റെ കണ്ണുകൾ. മുത്തുകിലുങ്ങും സ്വരവുമായി ചോദിച്ചു മുഗ്ധാനുരാഗ വിവശയായി താടക. മുത്തുകിലുങ്ങും സ്വരവുമായി ചോദിച്ചു, ആര്യവംശത്തിനടിയറ വയ്ക്കുമോ സൂര്യവംശത്തിൻ്റെ സ്വർണ സിംഹാസനം? ആര്യവംശത്തിന് അടിയറ വയ്ക്കുമോ സൂര്യവംശത്തിൻ്റെ സ്വർണ സിംഹാസനം? ചുറ്റുമുറങ്ങിക്കിടന്ന മഹർഷിമാർ ഞെട്ടിയുണർന്നു നിശബ്ദയായി പെൺകൊടി. യജ്ഞകുണ്ഠത്തിനരികിൽ വിശ്വാമിത്ര ഗർജനം കേട്ട് നടുങ്ങി വിന്ധ്യാടവി. വില്ലുകുലയ്ക്കൂ ശരം തൊടുക്കൂ രാമ കൊല്ലൂ നിശാചരി താടകയാണവൾ. ആദ്യമായി രാമന്റെ മന്മഥാസ്ത്രം മാല ചാർത്തിയ രാജകുമാരി തൻ ഹൃത്തടം മറ്റൊരസ്ത്രത്താൽ തകർന്നു പോയി സ്തബ്ധനായി പുത്രീ വിയോഗ വ്യഥയിൽ വിന്ധ്യാചലം. നന്ദി.